വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ട് തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴം നാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 മൂസേ 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 ആ കുഞ്ഞാപ്പ എന്തൊക്കെയാണ് മൂസേ പറ്റിയതൊരെണ്ണം വന്നിട്ടുണ്ട്. അതാ ഗൾഫാണ് വേണ്ടട്ടോ. നോ 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 ഏ? ഗൾഫല്ല സർക്കാരാ LTT എന്തിത്തു? മാറി സോറി LDC നോക്കട്ടെ. അല്ല ഇതിപ്പോ റിസ്വാൻ ആലോചന ആന്റി പെണ്ണിന്റെ ഫോട്ടോ ആണുള്ളത്. മാറി സോറി ഇതാ ആ ഇത് സാറായിക്കണേ. പാത്തോ റസിയ അതിനെ ഓക്കിപ്പ കല്യാണം വേണ്ടെന്നാണ് ഓളും പാത്തും പറയുന്നത്. ഇവരും പറയുന്ന അതന്നെ മൂസേ, എന്ത് കല്യാണം വേണ്ടാന്ന്. പിന്നെ എന്തിനാ ആലോചനയായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്? മാറി സോറി കല്യാണം വേണ്ടെന്നല്ല, ഇപ്പൊ കല്യാണം വേണ്ടെന്നാ ഓല് ഇങ്ങനെ? ചെക്കന്റെ വീട് പണി നടക്കാന്ന്. അത് കഴിയുമ്പോഴേക്ക് പെണ്ണിന്റെ പഠിത്തം തീരൂലേ, അപ്പൊ കല്യാണം നടത്താം. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇഷ്ടപ്പെട്ട ഒരുറപ്പങ്ങ് കൊടുക്കുക, അത് തന്നെ. ആ മോളെ റസിയ ഈ ഫോട്ടോ ഉള്ള ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടോ നോക്ക്. ആ കൊഴപ്പില്ലല്ലോ. ഇതാരാ? ഫോട്ടോയിലൊക്കെ നന്നായിക്കണ്, നേരിട്ട് എങ്ങനെയാന്ന് ആർക്കറിയാം. എന്താണെങ്കിൽ നേരിട്ട് കണ്ടിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി. ഈ വായ തുറക്കണ്ടെന്ന തന്നെ ഇവിടെ സമാധാനം ഉണ്ടാവും. റസിയ ഇത് എന്നെ കെട്ടാൻ ആലോചിച്ച് വന്ന ആളാ. ഉപ്പച്ചി എനിക്ക് പഠിക്കണം. ഈ പഠിച്ച മോളെ അതൊക്കെ കഴിഞ്ഞിട്ടേ കല്യാണം ഉണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാനും ജോലിക്ക് പോകാനും ഓ സമ്മതിക്കൂലേ? മാറി സോറി സമ്മതിക്കൂന്നാ ഞാൻ പറഞ്ഞു. എനിക്കിത് ഇഷ്ടായി ഒന്ന് പറയും. ഓള് നഗചിത്രം വരയ്ക്കണേ ഒക്കെ ബോധിച്ചിക്കണേ. അപ്പൊ കുഞ്ഞാപ്പ ഒന്നും ആലോചിക്കണ്ട, ഓരോട് ഇവിടെ വന്നിട്ട് റസിയാനെ പേരേക്ക് ഒന്ന് കാണാൻ പറയും. പിന്നെ പെര വാടകക്കാന്ന് പ്രത്യേകം പറയണേ. ഒക്കെ നമ്മൾ പറഞ്ഞിക്ക് ഓൽക്കെല്ലാം ഇഷ്ടായി. പിന്നെ മാമൂലിനൊന്ന് വന്ന് പോ. അപ്പോ ഓലോട് നാളെ തന്നെ വരാൻ പറയട്ടെ. എന്താ അത് എനിക്ക് മൈലാഞ്ചി ഇടാണ്ട്. മറ്റന്നാളായിക്കോട്ടെ. അപ്പോഴേക്കോള് മൈലാഞ്ചി കെട്ടിട്ട് മൊഞ്ചത്തിയായി നിന്നോളൂ. കുഞ്ഞാപ്പ പറയുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് ഏം തോന്നരുത്. വെക്കുണ്ടല്ലോ മൊഞ്ചാ കിട്ടിയത്, അതുകൊണ്ടുണ്ടല്ലോ ആര് കണ്ടാലും വെള്ളം ഇഷ്ടപ്പെടും. നിന്നെ നിപ്പില് കെട്ടി കൊണ്ടുപോവുകയും ചെയ്യും. എന്നാലും വണ്ടിയില്ല, പെൺകുട്ടികളല്ലേ, മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൊഞ്ചത്തി ആയിക്കോട്ടെ. സൗന്ദര്യമൊക്കെ ഉള്ളതാണെങ്കിലേ നമ്മളെ മനസ്സാണ് മോൾക്ക് കിട്ടിയത്. ഓ കണ്ടാലും പറയൂ, ആ ഒരൊറ്റ കുഴപ്പമുള്ള മോക്ക്. അത് നാട്ടുകാർ തീരുമാനിക്കും. ഓ നിങ്ങളെ കണ്ടാലും പറയൂ നാട്ടുകാരി. അല്ല എന്നാ പിന്നെ നമുക്ക് എന്താ കുടിച്ചിട്ട് അങ്ങോട്ട്. എന്നാ ചായ വേണോ കാപ്പി വേണോ ഹോർലിക്സ് വേണോ? കാപ്പി ആയിക്കോട്ടെ. കാപ്പിയോ? മാറി സോറി കാപ്പി. കാപ്പി എടുത്തോണ്ടൊരു മിച്ചറും എടുക്കേ. അപ്പൊ പാര വെച്ചൊക്കെ നശിപ്പിച്ച് സുശീല നിങ്ങളെ ഞാൻ ഏടൊക്കെ നോക്കി. അതിന് ഞാനില്ലടത്തിൽ നോക്കണ്ട, എന്നാലേ കാണൂ. അതിനോട് മറന്നുപോയി. ഇനി പറയേണ്ട കാര്യം മറന്നതിന് മുമ്പേ വേഗം പറ. മൂസക്കാന്റെ മോളില്ലേ കർത്തകവും അത് നമ്മളെ എൻഫീൽഡ് മൂസക്കാന്റെ മോള്, ഇത് നമ്മളെ MIT മൂസക്കാന്റെ മോള്. ഈ കാര്യം പറ ജബ്ബാറെ.
നല്ല സുന്ദരി അവള് മുട്ടിന്റെ അടുത്ത് വരെ മുടിയുണ്ട് നല്ല ചന്ദനത്തിന്റെ നിറ. അതിനിപ്പോ ഞാനെന്താക്കണം ചെമ്പാറെ? എന്നാലും അതേതാ കുട്ടി, സുന്ദരികളൊന്നും നമ്മളെ കണ്ണപ്പെട്ടില്ലല്ലോ. ഓളെ ഈ അങ്ങനെ നോക്കണ്ട, അതിന്റെ പെണ്ണ്. ഓളെ ഞാൻ കല്യാണം കഴിച്ചു. ജബ്ബാറെ, ഇഞ്ഞോളെ കല്യാണം കഴിക്കുന്നതിന് ഞങ്ങൾ എന്തിനാ വഴി തടഞ്ഞു നിർത്തുന്നത്? ഓക്ക് വേറൊരു ആലോചന വന്ന കുശിലേട്ടാ. ഓൻ സർക്കാർ ഓഫീസിലെ ക്ലർക്കാ. അതൊരു ഉറപ്പിച്ച മട്ട. ഈ നശിച്ച PSC ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും പെണ്ണ് കിട്ടൂല. അതിന് എനിക്ക് PSC എഴുതിയിട്ട് സർക്കാർ ജോലി വാങ്ങിച്ചൂടെ? സ്കൂളിൽ പോകാത്ത കൊണ്ട് SSLC ബുക്ക് കിട്ടൂല എന്ന് എല്ലാരും പറയുന്നു. ആ അത് ശരി. എന്നാലേ ഇനി മൂസാന്റെ മോളെ വിളിച്ചിറക്കി കൊണ്ടുവരി. പ്രേമത്തിന് സൗന്ദര്യവും സർക്കാർ ജോലിയും മതവും ജാതിയും ഒന്നുമില്ല ജബ്ബാറെ. അതിന് ഓക്കിനോട് പ്രേമൊന്നുമില്ല, എനിക്ക് അങ്ങോട്ടാണുള്ളത്. വാ പോവാ. സുശീലേട്ടാ, ഓള് സ്കൂളിലേക്ക് ഇന്റെ ബസ്സിലാ പോകുന്നേ. ഞാൻ ബസ്സിലെ കിളിയാണല്ലോ, അപ്പൊ ഞാൻ എന്നും കാണും. അങ്ങനെ എനിക്ക് മുഹബത്ത് വന്നു. അതിന് അവളോട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അവൾ എന്തോ പറഞ്ഞു. അപ്പൊ പ്രേമം വൺവേ ആണല്ലേ? ഇപ്പൊ കാര്യങ്ങളുടെ കുട്ടൻ ഏതാണ്ടൊക്കെ മനസ്സിലായി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കിപ്പം വന്ന ആലോചന ഒന്ന് മുടക്കി തരണം. ഓൾ ഒരു കല്യാണം നടക്കരുത്. എല്ലാം മുടങ്ങുമ്പോ അവളെനിക്ക് കെട്ടിച്ചേരല്ലോ. അതാ എന്റെ ബുദ്ധി. കല്യാണം മുടക്കിത്തരാം, പക്ഷെ കുറച്ച് പൈസയാവും. പൈസ എത്ര വേണേ തരാം, മുടക്കി തന്നാ മതി. ഓളെ പേരും അഡ്രസ്സും തന്നിട്ട് ധൈര്യമായിട്ട് പോയിട്ട് ബസ്സിൽ ബെല്ലടിച്ചോ. ഈ ബെല്ല് ഞാൻ അടിച്ചോളൂ. സുശീലനാ പറയുന്നത്. ഉറപ്പല്ലേ? ആശാൻ ഒരുപാട് കല്യാണം മുടക്കിയ എക്സ്പീരിയൻസ് ഉണ്ട്. അഡ്രസ് പറഞ്ഞോ, നീ വിട്ടോ. MIT മൂസയുടെ മോള് റസിയ. ഈ വളവ് കഴിഞ്ഞ് 4ാമത്തെ വീട്. ആശാൻ അറിയാം. അതൊക്കെ എനിക്കറിയാം. ഈ അഡ്വാൻസ് എടുക്ക്. ആശാനെ എനിക്കില്ലേ എനിക്കെന്തിനാ? നോക്കൂലി. അതൊക്കെ കാര്യം ശരിയായി. ആശാനെ റസിയ സ്കൂൾ പഠിച്ചിരുന്നപ്പോ ഒരു മന്ദ പെണ്ണായിരുന്നു. ആരോടും മിണ്ടാണ്ട് ഒറ്റക്കിരിക്കലും സംസാരിക്കലും ചിരിയും കളിയും. ഭ്രാന്താന്ന് പറയാൻ പറ്റൂല. മോളെ മൊയിലാഞ്ചി അസലായിട്ടുണ്ട്. ഇപ്പൊ ഊറിയ പോലെ അയക്കണ്. ഇഞ്ചമാരുണ്ടെന്ന് പറഞ്ഞാ പോരെ ഉപ്പ? മൂസാന്റെ വീട് എവിടെയാ? ഏത് മൂസ? MIT മൂസ. ഓ MIT മൂസ അല്ല, കത്തി മൂസ. എന്ത് മൂസ? അത് ഞങ്ങളെ വിളിക്കുന്ന പേരാ. കത്തി. ഭയങ്കര കത്തിയാ, സഹിക്കാൻ പറ്റൂല. ഓ അങ്ങനെ. എവിടെയാ വീട്? ഇവിടുന്ന് നേരെ പോയാല് ഒരു കയറ്റുണ്ട്. അത് കയറി ഇറങ്ങിയാല് ഒരു അമ്പലം ഉണ്ടാവും. നേരെ പോകരുത്, വലത്തോട്ട് തിരിഞ്ഞ് അവിടെ 2 റോഡ് കാണും. വലത്തോട്ടുള്ള റോഡില് ഇടത്തോട്ട് പോയിട്ട് നേരെ ചെല്ലുന്നത് ഒരു കള്ളുഷാപ്പ്. കള്ളുചാപ്പോ? എന്താ കള്ളുഷാപ്പ് എന്ന് കേട്ടിട്ടില്ലേ? കള്ളുഷാപ്പ് ചിലപ്പോ അടിപിടിയും കത്തിക്കുത്തൊക്കെ കാണും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അവിടെ നിന്നുള്ള 4ാമത്തെ വീട്. അതിനെപ്പറ്റി ആരും പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ നടുവണ്ണൂരാ, ഒരാലോചനയായിട്ട് വന്നതാ. ആർക്കാലോചന? എന്റെ മോനാ, മൂസാന്റെ മോളിലെ റസിയ. അവളെയാ നോക്കുന്നത്. അപ്പൊ വീടും സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അതേതായാലും നന്നായി. 2 കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുന്ന പരിപാടിയാണല്ലോ ഈ കല്യാണം. ആട്ടെ, ചെക്കൻ എന്താ പണി? പഞ്ചായത്തിലെ ക്ലർക്കാ. നല്ല ജോലി. അല്ല, കുടുംബം എങ്ങനെയാ? ഞങ്ങൾ അന്വേഷിച്ചപ്പോ കുഴപ്പമില്ലെന്നാ പറഞ്ഞ്. എന്നാലും നിങ്ങളെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ചോദിക്കുക. കുഴപ്പമൊന്നുമില്ല, നല്ല 1ാം തര കുടുംബ. പക്ഷേ എന്താ ഒരു പക്ഷേ? ഒന്നുമില്ല, ഒരു നല്ല കാര്യത്തിനല്ലേ. ഞാനായിട്ട് പറഞ്ഞത് വേണ്ട. നിങ്ങൾ പറയാന്ന് ഞങ്ങൾ ആരോടും പറയില്ല. നിങ്ങളോട് ഇത്രയും സംസാരിച്ച് അടുപ്പം കൊണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് വേറെ നല്ല ആലോചന ഒന്നും കിട്ടിയില്ലേ? എന്താ അങ്ങനെ ചോദിക്കേ? അല്ല, ഈ ആലോചനക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. വേറുണ്ടെങ്കിലും വേണ്ട, സ്നേഹം കൊണ്ട് പറയാ. കാര്യം തുറന്ന് പറയേ. ഇനിയിപ്പോ സത്യം പറയാലോ, റസിയ സ്കൂൾ പഠിച്ചിരുന്നപ്പോ ഒരു മന്ദ പെണ്ണായിരുന്നു. ആരോടും മിണ്ടാണ്ട് ഒറ്റക്കിരിക്കലും സംസാരിക്കലും ചിരിയും കളിയും. ഭ്രാന്താന്ന് പറയാൻ പറ്റൂല. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ പഠിക്കാൻ പറ്റാത്ത അത്രയും തലയിലിട്ടിട്ട് ടെൻഷനായി. ഒന്ന് തലക്ക് ഷോക്ക് അടിച്ചപ്പോ ഒരു കുഴപ്പമില്ല. ഇപ്പൊ കണ്ട ഒന്നും മനസ്സിലാവില്ല. പറയുമ്പോ എല്ലാം പറയണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. വളരെ ഉപകാരം. ഞാളിതങ്ങ് ഉറപ്പിക്കുന്നു. വലിയ ഉപകാരം. ബ്രോക്കർ കുഞ്ഞാപ്പൂനെ ഒന്ന് കാണട്ടെ. ഓനാ നമ്മളെ പറ്റിക്കാൻ നോക്കിയേ. വണ്ടി എടുക്കടോ. മോളെ മൊയിലാഞ്ചി അസലായിട്ടുണ്ട്. ഇപ്പൊ ഊറിയ പോലെ അയക്കണ്. ഇഞ്ചമാരുണ്ടെന്ന് പറഞ്ഞാ പോരെ ഉപ്പ? പാത്തോ, ഓല് വരാനയക്കണോ? ഇത് എത്രാമത്തെ വട്ടാണ് നിങ്ങളിത് ചോദിക്കണത്? ഓല് വരാനായില്ല. എന്നാ ഈ ഒരു ജിലേബി ഇങ്ങോട്ട് എടുക്ക്. വെറുതെ ഇരുന്നിട്ട് ഒരു സുഖമില്ല.
എന്തെങ്കിലും ഒന്ന് ചമക്കണ്ട മോളെ. ഇപ്പഴല്ലേ ഞങ്ങൾ ജിലേബി തിന്നത്? അത് ജിലേബിനോ അത് അൽവല്ലേനോ? അത് എപ്പ തിന്ന്? ഓ, ഇപ്പഴല്ലേ ഇതിന്റെ അകത്ത് നിങ്ങൾ ജിലേബി തിന്ന നിങ്ങളോട് മറന്നു പോയതോ? വല്ലാത്തൊരു നുണ. നിങ്ങൾ അടുത്ത് നൂടി. മോളെ റസിയ, അന്റെ ഉമ്മൂമാനെ നമ്മൾ പെണ്ണ് കാണാൻ പോയ കാര്യം നമ്മൾ പറഞ്ഞുതരാം. ചെറുപ്പേ തുടങ്ങി. നമ്മൾ ഓളിയും കാത്ത് സ്വീകരണ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മളെ കൽവ് പടപടാന്ന് ഇങ്ങനെ കോൽക്കളി കളിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ കേട്ട് ഒരു കുലിസിന്റെയും വളന്റെയും കിലുക്കം. ആ കിലുക്കത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അന്റെ ഉമ്മൂമാന്റെ സൗന്ദര്യം. നല്ല രസം. എന്നിട്ട് ഹൈ ചെറസി, എനക്കെന്ത് താണി ഹൊഞ്ചൊപ്പങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? വല്ലാത്തൊരു പുളുവടി തന്നെ. അല്ല, കിൽക്കത്തിൽ ആരെങ്കിലും സൗന്ദര്യം? അന്നോട് ആരാടി ഇതിൽ ഇടപെടാൻ പറഞ്ഞത്? ഈറ്റാ പുളുവടി കേട്ടാ പിന്നെ ഇടപെടാണ്ടിക്കൂ. കാണാത്ത കാര്യത്തിൽ ഈ ഇടപെടണ്ട. അന്ന് ഈ ഉണ്ടായിരുന്നോ? ബാക്കി പറപ്പൂപ്പ. മോളെ, വാതിലിന്റെ മറുന്ന് തട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഒരു നിലാവിൽ കുളിച്ച് നിൽക്കുന്ന മുഖം നമ്മൾ കണ്ട്. അമ്പിളിമാമൻ തന്നെ. ഡരസി അങ്ങോട്ട് നോക്കി. ദങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മൂമാന്റെ 7 അലത്ത് എത്തൂല, വെറുതെ പറയാ. അപ്പൊ നമ്മളെ കയ്യില് ഇതുപോലൊരു ജിലേബി ഉണ്ടായിരുന്നു. ഉമ്മൂമാനെ നോക്കി നമ്മളിങ്ങനെ ജിലേബി കടിച്ചത് നമ്മളെ കൈക്കാട് കടിക്കുന്നത്. അതുപോലെ അന്റെ പുതിയാപ്പളി കൈ കടിച്ചു പോകുമ്പോളെ അത്രക്ക് സുന്ദരിയാണ് എന്റെ മോള്. അല്ലേ മോള്? പെച്ചേ, നിങ്ങളെ മായിലുള്ള ജിലേബി കൊതിയനല്ല ഇവിടെ പെണ്ണ് കാണാൻ വരുന്നത്. നിങ്ങളെ വെടായൊക്കെ ഒന്ന് നിർത്തിക്കാളി. എന്നാ ഒരു കാര്യം ചെയ്യ്, ഒരു ജിലേബി കൂടി ഇങ്ങോട്ടാ. ആ ഹൊഞ്ച മോളെ, ആ മുയ്മനെ കൊടുത്ത് തിന്നൂടി നിങ്ങള്. മൂസേ, മൂസേ, മൂസേ. ആ എന്തേ കുഞ്ഞാപ്പേ? അത് മുടങ്ങി. ഏത്? കല്യാണക്കാര് വരുന്നത് മുടങ്ങി. ആരോ പാര വെച്ചതാ. ആരോ കുഞ്ഞാപ്പ പാര വെച്ചത്? മൂസക്കായി മീൻ കൊടുക്കാത്ത ആരെങ്കിലും? ഒന്നുമല്ല, നമ്മളുണ്ടായിരുന്ന 5ാമത്തെ കല്യാണം തുടർച്ചയായിട്ട് മുടങ്ങുന്നത്. എന്താ കാരണോ? ഒരു കാരണവുമില്ല. ആരോ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട് മൂസേ. അതാ ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ ഭസ്മിക്കാണ്ടിരിക്കി. എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും മൂസേ? ഞാൻ ഓലെ ചതിക്കാൻ കൂട്ടു നിന്നു പറഞ്ഞ് ഇന്നെ തലങ്ങും വിലങ്ങും തല്ലി ഓടിയ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഞമ്മള് റസിയനോട് എന്ത് സമാധാനം പറയൂ? ഓള് മൈലാഞ്ചൊക്കെട്ട് മൊഞ്ചത്തേട്ട് കുത്തിരിക്കാണ്. പാത്തു അതിനോള് മൂത്ത് നിറച്ച് പെരെ കുത്തിരിക്കല്ലോ. ഓള് പഠിക്കല്ലേ, ഓള് പഠിക്കട്ടെ. മൂസേ, ഞമ്മളും അന്റെ കൂടെ മീമുക്കാൻ വരിക. ബ്രോക്കർ പണി ഇനി നടക്കൂല. ഈ പണിയെടുക്കാൻ ഏസണിക്കാര് സമ്മതിക്കൂല. ഓലെ നമ്മള് പിടിക്കും കുഞ്ഞാപ്പേ. എങ്ങനെ? ഈ നമ്മളെ മോക്ക് ഒരാലോചന കൊണ്ടുവരും. പക്ഷെ ആരാ പുയ്യാപ്പിളന്ന് ഞമ്മള് പറയും. ആരാണ്? നമ്മളെ പോലീസ് സ്റ്റേഷനിൽ SI അറിയില്ല കുഞ്ഞാപ്പയ്ക്ക്? കൊമ്പൻ അംശല്ലേ? ആ, ഓനാണ് നമ്മളെ മോളെ പിയ്യാപ്പിള. ഞമ്മക്കൊരു കളി കളിക്കണ്ട കുഞ്ഞാപ്പേ. പിന്നെ മാണ്ടേ? ആ, അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാം. എന്തേ? ഓല് വരും ചേർച്ച് 10 രൂപ ഇറച്ചി ഒക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി ഞമ്മക്ക് തിന്നാം. 10 രൂപ ഇറച്ചി നിന്ന് ഏനക്കാട് മാറ്റാം. പോരി. വരുന്നുണ്ട് പാത്തു. അല്ല, ഞമ്മളെ കല്യാണത്തിന്റെ കാലത്തൊക്കെ ഇങ്ങനെ മുടക്കുന്നില്ല. ഞാൻ നന്നായി. അങ്ങനെയാണെങ്കിൽ നമ്മള് രക്ഷപ്പെട്ടീനി. തമാശ. മാണ്ടേ ദിതു, നാളെ വരൂല, ആരും വരൂല. അതും ഞാൻ മുടക്കും. നോക്കിന്ന് പോളാന്ന്. ഓ, ജലദോഷം പിടിച്ചേക്കണ്. പാത്തുവോ, നാട്ടില് ഇമാസം എത്ര കല്യാണം മുടങ്ങിയെന്ന് അറിയാൻ എനിക്ക്? നിങ്ങൾ അതിന്റെ കണക്കെടുക്കാൻ പോയതായിരുന്നു. ഞാനും ഉപ്പയുള്ളതിനെ കൊണ്ട് റസീൻ ഒരു കണക്കിന് സമാധാനിപ്പിച്ച്. 20 കല്യാണം നാട്ടിൽ മുടങ്ങി. കാരണം എന്താണെന്നറിയാൻ എനിക്ക്? നിങ്ങൾ ചോദ്യം ചോദിക്കാണ്ട് ഉത്തരം പറയേ. ഒരു കാരണവുമില്ല. പിന്നെ എങ്ങനെ അതൊക്കെ മുടങ്ങണേ? ഈ മുടക്കണോര് ഇല്ലാത്ത കാര്യങ്ങൾ ചെക്കന്റെ വീട്ടിലും പെണ്ണിന്റെ വീട്ടിലും പോയി പറയാ, കത്തെഴുതുക, ഫോൺ വിളിക്കുക. അങ്ങനെയാണ് കല്യാണം മുടങ്ങണത്. അല്ല, അതിനെ കൊണ്ട് ഓൽക്ക് എന്തേത്താ കിട്ടണേ? ഓൽക്ക് എന്ത് കിട്ടിയാലും വേണ്ടില്ല, നമ്മളവർക്ക് നന്നായിട്ടൊന്ന് കൊടുക്കാൻ വിചാരിച്ചിക്കണം. അതിനുള്ള ദിവസം അടുത്ത് വരുന്നുണ്ട് പാത്തു. അല്ല, ഞമ്മളെ കല്യാണത്തിന്റെ കാലത്തൊക്കെ ഇങ്ങനെ മുടക്കുന്നില്ല. ഞാൻ നന്നായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടീനി. തമാശ. മാണ്ടേ റസിയ
ഹായ് റസിയ, സ്കൂളിലേക്കാ? അല്ല ചന്തക്ക് പോയാ എന്തേ? ഭയങ്കര തമാശക്കാരിയാണല്ലോ. എനിക്ക് തമാശ ഭയങ്കര ഇഷ്ടാ. ഞാനും വായിക്കാറുണ്ട് ബോബന് മോളി. ആണോ, നന്നായി. ഐസ്ക്രീം വേണോ റസിയക്ക്? അതിന് ഐസ്ക്രീം കച്ചവടം തുടങ്ങിയോ? അല്ല, കച്ചവടം തുടങ്ങിയിട്ടല്ല, ഇഷ്ടം കൊണ്ട് ചോദിച്ചാ. നമുക്ക് പാർക്കിലിരുന്ന് മുഖത്തോട് മുഖം നോക്കി ഐസ്ക്രീം കഴിക്കാം. തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് എന്റെ പിറകെ ഇങ്ങനെ നടക്കരുതെന്ന്. ഇതിന്റെ മുമ്പിൽ നടക്കുന്നതുകൊണ്ടല്ലേ ഞാൻ എന്റെ പറകിൽ നടക്കുന്നത്. ജബാറെ, ഞാനിത് ഉപ്പച്ചിനോട് പറഞ്ഞാ അന്റെ എല്ലാം ഉപ്പച്ചി ഊരും. പറഞ്ഞേക്കാം. വലിയ വെളിച്ചെടുക്കല്ലേ. ജബ്ബാറിന് എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. ആണോ? എന്നാ പറ, താനാരാ ശരിക്കും? അന്റെ ഈ കല്യാണം ജന്മത്ത് നടക്കൂലടി, നോക്കൂ. കഴിഞ്ഞ ആഴ്ച ഒന്നും മുടങ്ങിയില്ലേ? അതിനെന്തിത്താ, നാളെ എന്റെ കല്യാണം നിശ്ചയാ. നാളെ എപ്പോ? നാളെ ഉച്ചക്ക് പുറേ വന്നാ ബിരിയാണി കഴിച്ചിട്ട് പോവാ. എന്താ വരൂലേ ദിതു? നാളെ വരൂല, ആരും വരൂല. അതും ഞാൻ മുടക്കും, നോക്കിന്ന് പോളാന്ന്. എടാ ജബ്ബാറെ, ഈ ബേജാറാവണ്ടിരിക്കി. ഇത് ഞാൻ മുടക്കി തരും. ഈ കല്യാണം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബ്രോക്കർമാര്, തുണിപ്പിടിക്കാര്, പന്തലുകാര്, വെപ്പുകാര്, ജോസ്യന്മാര്, പിന്നെ ഈ പാവം ഞാനും കല്യാണം മുടക്കിയാണ്. അപ്പൊ ഇതൊരു ജോലിയാടാ. അവര് വേറെ റൂട്ട് പിടിച്ചോ? കാണുന്നില്ലല്ലോ. മൂസാക്കാന്റെ വീട്ടിലേക്ക് ഇരട്ട വെയ്യലുള്ളൂ. ഓരിപ്പം വരും ജബ്ബാറെ. ഇനി ബേജാറാവാ. ഇപ്പൊ ഇറങ്ങും. നിങ്ങൾ റസിയാന്റെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോകുന്ന ആളല്ലേ? അതെ. നിങ്ങൾ എന്തറിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്? എന്താ, കുട്ടിക്ക് വല്ല പ്രശ്നമുണ്ടോ? കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ തന്തയ്ക്കും തള്ളയ്ക്കും ചെറിയ പ്രശ്നം. എന്ത് പ്രശ്നം? റസിയാന്റെ ഉമ്മ പാത്തൂന് പെരാന്താന്ന് അത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പിന്നെ ഉപ്പ മൂസാനെ കുറ്റം പറയാൻ പറ്റൂല. അതിന്റെ ടെൻഷനിൽ 24 മണിക്കൂർ അയാൾ വെള്ളത്തിലാ. ഞാൻ മൂസാനെയും പാത്തൂനൊന്നല്ല കല്യാണം കഴിക്കുന്നത്, റസിയാനെയാ. അപ്പോഴുണ്ടല്ലോ പ്രശ്നം. ഒന്നാമത്തെ നിങ്ങള് പ്രായം, മൂസാന്റെ കുടി, അതൊരു പ്രശ്നമല്ല. പക്ഷെ ഉമ്മാന്റെ ഭ്രാന്ത്, അത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയില്ലേ? അങ്ങനെയാകുമ്പോ മോക്കും ഭ്രാന്ത് വരുമല്ലേ? അപ്പൊ ഇങ്ങളെ കെട്ടിയൊക്കെ ഭ്രാന്ത് വരുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു പ്രശ്നവുമില്ല. ആ വണ്ടിയുള്ളവരൊക്കെ ഇറങ്ങി വന്നേ. ഈ പിരാന്ത് മൂത്ത് ഒരാളെ കൊന്നാല് അത് പ്രശ്നമുണ്ടോ? കേസുണ്ടോ? പ്രശ്നമല്ലേ പാത്തു, ഈ ധൈര്യമായിട്ട് കൊന്നോ? എന്നോട് പൊറുക്കണം. ഉദ്ഘാടനം ഞമ്മക്ക് കഴിക്കണം. ഇവൻ കാരണം എത്ര കല്യാണം ഇന്ത്യ മുടങ്ങിയെന്നറിയോ? ഇവൻ കാരണം ഒരുപാട് അടി ഞമ്മക്ക് കൊണ്ടിട്ടുണ്ട്. അത് പലിശ സഹിതം ഞമ്മക്ക് തിരിച്ചു കൊടുക്കണം. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. ഇവനെ ഞാൻ കൊണ്ടുപോവാ. സാറേ, ഇവൻ ശിക്ഷ കഴിഞ്ഞ് വരുമ്പോ ഇവിടുത്തെ നാട്ടുകാർ ഇവനെ ഒരു വധശിക്ഷ കൊടുക്കുന്നുണ്ട്. എല്ലാം കൊല്ലരുത്. കുഞ്ഞാപ്പേ, ഈ സുശീലിനെ പറ്റിയൊരു പെണ്ണുണ്ടാവും എന്റെ കയ്യില്? ഉണ്ടല്ലോ. പൊക്കാല സരോജ, നടത്തറ ശാന്ത, വഴിയമ്പലം വൈശാലി. വയ്യമ്പല വൈസാലി മതി. സുശീലിന്റെ മനസ്സമാധാനം പോയി കിട്ടാൻ ഓൾ എന്നെ മതി. പിന്നെ ഓന് കല്യാണം മുടക്കാൻ സമയം ഉണ്ടാവില്ല. കള്ള സുഖേ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ടാലൊരു കോലം, ഇടിവെട്ടി തിളങ്ങണ നേരം, ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ. അയ്യോ വെറും പാവം ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ, ഇവൻ MIT മൂസ. വല്ലാത്തൊരു ലോകം, പിടിവിട്ട് പറക്കണ കാലം, പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. അരവയർ നിറക്കാൻ കുടുകുടു സകടം, ഓടാത്ത വഴിയൊന്നുമില്ല, പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല. ഒരു മുഴങ്ങാവും ചുഴ
കുഴച്ചീ പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് തുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ ഇവൻ MIT മൂസ 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 MIT